നോക്കുമ്പോൾ അവര് ചരിത്ര പശ്ചാത്തലമുള്ള രണ്ട് വള്ളങ്ങളാണ്. നെഹ്റു ട്രോഫി മുതലായ വലിയ വള്ളംകളികളിൽ ചെറിയ വള്ളങ്ങളിൽ പ്രാധാന്യം നൽകുന്ന മാന്നാറിലും നീലേറ്റുപുറത്തുമൊക്കെ നിരവധി വർഷം പരസ്പരം മത്സരിക്കുന്ന രണ്ട് കളിവള്ളങ്ങളാണ്. ഓരോ വർഷവും 1-2 സ്ഥാനങ്ങൾ മാറി മാറി കരസ്ഥമാക്കുന്ന രണ്ട് വള്ളങ്ങളാണ് മാമ്മൂടനും പടക്കുതിരയും. സെയിന്റ് ആന്റണി സ്പോർട്സ് ക്ലബ്ബ് പാതുവാപുരം വൈശ്യഭാഗമാണ് മാമ്മൂടൻ വള്ളത്തിൽ മത്സരിക്കുന്നത്. ഫാദർ ജോസഫ് പുതുവീടിന്റെ നേതൃത്വത്തിലാണ് അവര് ആ വള്ളത്തിൽ തുഴയുന്നത്. പടക്കുതിര വള്ളത്തിൽ മത്സരിക്കുന്നത് സമുദ്ര ബ്രദേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് കുമരകംകാരാണ്. അഭിലാഷ് രാജ് തോട്ടുപുറമാണ്. പടക്കുതിരയും നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ടിനെ കയറി കുറിച്ച് കടന്നു വരുന്ന ഇരുട്ടിന്റെ ആത്മാവിനെ കീഴ്കുറിച്ച് കടന്നു വരുന്ന കളിവള്ളങ്ങൾ മാമ്മൂടനും പടക്കുതിരയും തമ്മിലുള്ള ഒരു പോരാട്ടം. സെയിന്റ് ആന്റണി സ്പോർട്സ് ക്ലബ്ബും സമുദ്ര ബോട്ട് ക്ലബ്ബും തമ്മിലുള്ള പോരാട്ടം. ഇപ്പോൾ ഒന്നാം ട്രാക്കിലുള്ള മാമ്മൂടനെ പിന്തള്ളിക്കൊണ്ട് പടക്കുതിര ഇപ്പോൾ ഒരു വ്യക്തമായ ലീഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ലീഡ് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവര് തീരെ ലാഘവത്തോടു കൂടിയാണ് എന്ന് തോന്നുന്നു. തീർച്ചയായും എതിരാളി അത്ര ശക്തനല്ല എന്നുള്ള തീരുമാനത്തിലാണ് എന്ന് പറയുവാൻ കഴിയില്ല. അവര് സർവശക്തിയിൽ അവരുടെ അടനയത്തിൽ ആവാഹിച്ചുകൊണ്ട് പടക്കുതിരയും മാമ്മൂടനും തമ്മിലുള്ള മത്സരത്തിൽ ആ പങ്കാളിക്കാരെല്ലാം ആഞ്ഞാഞ്ഞ് കുത്തിയെറിഞ്ഞുകൊണ്ട് പടക്കുതിര ഒരു പടക്കുതിരയെ പോലെ മുന്നേറിക്കൊണ്ട് കടന്നുവരികയാണ്. ചമ്പക്കുളത്ത് ആറിന്റെ പിരിമാറിലൂടെ മാമ്മൂടനും പടക്കുതിരയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. പടക്കുതിരയാണ് ഇപ്പോൾ വ്യക്തമായ ഒരു ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പടക്കുതിര തന്നെ ലീഡ് ചെയ്യുകയാണ്. മാമ്മൂടൻ ഒന്നാം ട്രാക്കിലുള്ള സെയിന്റ് ആന്റണി സ്പോർട്സ് ക്ലബ്ബ് പാതുവാപുരം മാമ്മൂടൻ വള്ളം അല്പം പിന്നിലാണ്. വളരെ ശക്തമായ ഒരു പോരാട്ടം ആണ് എന്ന് തീർച്ചയായും പറയുവാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ പടക്കുതിര ഏകദേശം ഒരു വള്ളപ്പാടിന് മാമ്മൂടനെ പിന്തള്ളിയിട്ടുണ്ട്. പടക്കുതിര ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ പടക്കുതിര ഒന്നാം സ്ഥാനം, മാമ്മൂടൻ പിന്നിലാണ്. മാമ്മൂടൻ വള്ളത്തിനെ